ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വയനാടിന് കരുതലാകാൻ എറിയാട് കടമ്പോട്ട് കുടുംബം 1,06,500 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പരേതരായ കടമ്പോട്ട് സെയ്ദ് മുഹമ്മദ് നബീസ ദമ്പതികളുടെ മക്കളും പേരക്കുട്ടികളും ചേർന്ന് സ്വരൂപിച്ച തുകയുടെ ചെക്ക് കൈമാറി. കടമ്പോട്ട് സിദ്ദീഖിന്റെ വസതിയിൽ നടന്ന ചടങ്ങിൽ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ ചെക്ക് ഏറ്റുവാങ്ങി. ആ ദുരന്തത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയ മനുഷ്യരെക്കാൾ ഏറെ കാണാതെ പോയ മനുഷ്യരുണ്ട്. ചിലരുടെ എല്ലാം 190ഓളം ശരീരഭാഗങ്ങളാണ് മരിച്ചവരായിട്ട് കണക്ക് കൂട്ടിയത്. കയ്യോ കാലോ അങ്ങനെ തുടങ്ങിയ ഭാഗങ്ങൾ. ഈ മുണ്ടക്കൈ എന്ന പ്രദേശത്ത് നിന്ന് വളരെ കിലോമീറ്ററുകൾക്കകലെ ഉള്ള പോത്തുകല്ലിൽ നിന്നാണ് കുറേയേറെ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളും കിട്ടിയത്. എത്രമാത്രം വലിയൊരു ദുരന്തമായിരുന്നു എന്നുള്ളതാണ് വയനാട്ടിൽ നടന്നത്. നേരത്തെ പറഞ്ഞ 17 കുടുംബങ്ങളിൽ ഒരാൾ പോലും അവശേഷിച്ചിട്ടില്ല. ചിലർ മണ്ണിനടിയിലായിരിക്കാം, ചിലർ മരിച്ചു പോയി. അങ്ങനെ ആരും അവശേഷിക്കാത്ത കുടുംബങ്ങൾ, അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾക്ക് വേണ്ടി ഒരാൾ പോലും അവകാശം ചോദിച്ച് വരാൻ പോലും ഇല്ലാത്ത ഒരു പ്രദേശമായിട്ട് ആ 3 ഗ്രാമങ്ങൾ മാറി. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു അരുവിയും അരുവിയോട് ചേർന്ന മൈതാനവും അതിനോട് ചേർന്നുള്ള വിദ്യാലയവും വെള്ളരിമല എന്ന സ്കൂൾ, ആ സ്കൂള് ഏതാണ്ട് ഇല്ലാതായിപ്പോയി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌഷാദ് കറുകപ്പാടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നജ്മൽ ഷക്കീർ, PK അസീം, തമ്പി എന്നിവരും കടമ്പോട്ട് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. നമ്മളിവിടെ ഒത്തുകൂടിയതാണ്. അന്നും പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാളെന്ന നിലക്ക് നമ്മുടെ നാട്ടിലെ ഏത് കാര്യത്തിനും, ഇതുമാത്രമല്ല ഏത് നല്ല കാര്യത്തിനും മുൻനിന്ന് പ്രവർത്തിക്കുന്ന ഒരു കുടുംബമാണ് ഈ ഫാമിലി. ഇതിലേക്ക് എത്തിക്കുക എന്നതുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് പണമുള്ള, ഒരുപാട് സാധ്യതയുള്ള ആളുകൾ നമ്മുടെ കൺമുമ്പിലുണ്ട്. മറിച്ച് ഇങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ആ തരത്തിലുള്ള ഒരു പുരോഗമന ചിന്തയുള്ള, മനുഷ്യ സ്നേഹമുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണ്, അതിന് നേതൃത്വം കൊടുക്കാൻ ആളുകൾ മുന്നോട്ട് വരുമ്പോഴാണ് ഒരു ഫാമിലി ആകെ അതിലേക്ക് എത്തുന്നത്. ചിലപ്പോൾ 1-2 ആളുകളായിരിക്കും അതിന് നേതൃത്വം കൊടുക്കുക. പക്ഷെ അവർ ആ നേതൃത്വം കൊടുക്കുമ്പോൾ ആ കുടുംബത്തെ ആകെ അതിലേക്ക് എത്തിക്കുകയാണ്. ആ ഒറ്റക്കെട്ടായി അവരും കൂടി വരുമ്പോഴാണ് നമുക്ക് ആഗ്രഹിച്ചതുപോലെ ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും. നേരത്തെ രാജമാഷും സലാമാഷും ഒക്കെ വളരെ ഇതായ കാര്യങ്ങൾ പറഞ്ഞു.